ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ നീതൂസ് ചാനലിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ രാവിലെ ഇന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ. അമ്പലത്തിൽ എന്ന് വെച്ചാൽ ആദ്യം കൊട്ടാരക്കര ക്ഷേത്രത്തിലാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്നാലും അമ്പലത്തിലൊക്കെ കയറി തൊഴുത് അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് കഴിച്ച് രാവിലത്തെ വിശപ്പൊക്കെ മാറ്റി നേരെ നമ്മൾ മലയാളപ്പുഴ അമ്പലത്തിലോട്ട്. ഈ അമ്പലത്തിലൊക്കെ വന്നിട്ടുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മളെല്ലാ മാസം വരാറുള്ള അമ്പലമാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴാൻ കയറിയപ്പോഴാണ് ഭയങ്കര തിരക്ക്. അപ്പം നമ്മൾ പുറകിലൂടെയാണൊക്കെ കയറി കേട്ടോ. ക്യൂവിൽ നിന്നാൽ ഇത്തിരി പാടല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഞങ്ങൾ എന്തായാലും കയറി. ഈ വരുന്ന ആരാന്നറിയാമോ? ഇതാണ് എൻ്റെ ഒരേ ഒരു ചേട്ടൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. അതൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നാലമ്പലമൊക്കെ ചുറ്റി തൊഴുവാണ് കേട്ടോ. തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പിള്ളേരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ് കേട്ടോ. പിള്ളേരൊന്നും നല്ല സ്റ്റാൻഡേർഡായിട്ട് വീഡിയോ എടുക്കാറുണ്ട്. നീ ചുമ്മാതെ എന്തൊക്കെയോ കറക്കി കൂട്ടി കാണിച്ച് തരുന്നുണ്ട്. എന്നാലും ആവട്ടെ, നമുക്കുള്ള കണ്ടൻറ്റ് എവിടെന്നെങ്കിലും കുറച്ച് ഒപ്പിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പായസമൊക്കെ വാങ്ങിക്കും കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ വൈകുന്നേരം ആവും വീട്ടിൽ ചെല്ലാനെന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് മാത്രം നമ്മളതൊന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് എങ്ങോട്ടൊന്നുമില്ലാത്തൊരു യാത്രയിലേക്കാണ് പോയത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മളോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ചടങ്ങായിരുന്നു കേട്ടോ. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യ, പിള്ളേരുടെ കയ്യിലാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ കാണുന്നതായ ഒരു ആക്സിഡൻറ്റ് കേട്ടോ. ഒരു സ്കൂട്ടറും ബൈക്കും കൂടെ എന്തോ തട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ വിചാരിക്കും ഇത് കാടാണ്. അത് കാടൊന്നും അല്ല കേട്ടോ. സൈഡിലൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വണ്ടികളൊക്കെ കുറേ പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് പേടിയൊന്നും ആവുന്നില്ല കേട്ടോ. നമുക്ക് പിന്നെ പണ്ടേ കാട്ടിനുള്ളിലൂടെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കേട്ട് കളിച്ച് ചിരിച്ചൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ കുറേ നാളായിട്ട് യൂട്യൂബിൽ ആദ്യമായിട്ടൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ. ഒരു ക്ഷേത്രം. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പറയുന്ന ശരി നമുക്ക് അങ്ങോട്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മലയ്ക്ക് പോകുന്നവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിലൊരു കുളിർമയാണ് കേട്ടോ. അങ്ങനെ കുറേ ആളുകളെയൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ശരിക്കുമുള്ള ഒരു കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ദൈവമേ, ഞാനെങ്ങാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു. എൻ്റെ ബോധം ആ സമയത്ത് തന്നെ പോകട്ടോ. അത്രയ്ക്ക് പേടിയാണ്. ഒരു മനുഷ്യർ പോലും ഇല്ലാത്ത കാട്. നോക്കി ഈ മരങ്ങളൊക്കെ നിൽക്കുന്നു. നോക്കി ഈ മരങ്ങളുടെ പേരെന്തുവാന്ന് പോലും എനിക്ക് അറിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂട്ടോ. നല്ല രസമുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ ഉണങ്ങി ഒരു ഇല പോലും ഇല്ലാതിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എവിടെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുള്ളവരും കൂടി ഒന്ന് പറയുക കേട്ടോ. അപ്പം നമ്മൾ അവിടെ എത്തി. അവിടെ നിന്ന് നമ്മൾ തൊഴാനായിട്ട് ഇങ്ങനെ താഴോട്ടിറങ്ങുവാണ്. ഇത് കാണാനാണ് ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്നത് കേട്ടോ. അപ്പം നമുക്കതൊക്കെ കാണാം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ പോരൂ കേട്ടോ. ഇതുവരെ വന്നിട്ടുള്ളവരും വന്നിട്ടില്ലാത്തവരെല്ലാവരും കൂടെ പോരൂ കേട്ടോ. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ഒരു സ്പെഷ്യൽ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. അതെന്തുവാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് കാണാം. എങ്ങനെയുണ്ട് ഗായ്സ്? ഇതാണ് നമ്മുടെ എരുമേലി പഞ്ചതീർത്ഥ ദേവസ്ഥാനം ടെമ്പിൾ. എല്ലാവരും കണ്ടോളൂ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. വെള്ളമില്ല, അത് ഈ കാലാവസ്ഥയായി. സത്യത്തിൽ അന്ന് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ ഒന്ന് ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ. ഭയങ്കര വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒഴുക്കോടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ആ വെള്ളമൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിലൊക്കെ പോയിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ, ഷൂട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നതാണ്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. കാരണം അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഈ കാലാവസ്ഥയിൽ വന്നാൽ പിന്നെ വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ പ്രതീക്ഷിച്ച് വന്നാൽ മതി. എന്നാലും ഒരു പ്രതീക്ഷ മനസ്സിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടുത്തെ എന്തെങ്കിലും പ്രസാദങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ നേർച്ചകളൊക്കെ കുറിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടം വരെ വന്നേലേ, വെള്ളമില്ലെങ്കിൽ നമ്മൾ അതൊന്ന് ആസ്വദിക്കണമല്ലോ. അങ്ങനെ പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ ഉള്ള വെള്ളത്തിലൊക്കെ കാലൊക്കെ ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ വെള്ളം നമ്മുടെ വീട്ടിലെ വെള്ളമൊന്നുമല്ല. എൻ്റെ പൊന്നുമക്കളെ, തണുപ്പെന്ന് പറഞ്ഞാൽ പോരാ. AC ഇട്ടിരുന്നാൽ പോലും ഇത്രയും തണുപ്പല്ല കേട്ടോ. ഭയങ്കരമായ തണുപ്പായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാം കണ്ട് തൊഴുതു. നമ്മളതെല്ലാം തിരിച്ച് വണ്ടി കയറി ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോഴാണ് 2 പോലീസുകാർ വന്നിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരെയും പറഞ്ഞു ഓടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഓടിക്കുന്ന കൂട്ടത്തിൽ നമ്മളുണ്ടായില്ല. കാരണം അതിന് മുമ്പേ നമ്മൾ തിരിച്ചു വരാനായിട്ട് ഇറങ്ങി കേട്ടോ. അവർക്ക് ടൈം കഴിഞ്ഞു. അവിടെ ഗേറ്റ് പൂട്ടേണ്ട സമയം. അതുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാവരും തിരിച്ചു വിടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും പറഞ്ഞു വിടുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോകണം. ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അപ്പം വഴിയിലൊക്കെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വരുമല്ലേ. എന്തെല്ലാം നല്ല കാഴ്ച. എരുമേലി ക്ഷേത്രത്തിൽ കയറണമെന്ന് പറഞ്ഞത് പക്ഷേ നടന്നില്ല കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആ റോഡിൽ കൂടി ഒരു പൊടി പോലും നയിക്കാൻ പോലും ഇല്ല, സ്ഥലമില്ലായിരുന്നു. അത് കാരണം എരുമേലി ക്ഷേത്രത്തിൽ കയറുന്നുള്ള ഒരു ആഗ്രഹം അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എപ്പോഴെങ്കിലും വരാം. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്കിനി എപ്പോഴെങ്കിലും വരാം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു കയറ്റം കയറിയൊക്കെ പോവുകയാണ് കേട്ടോ. പക്ഷേ സംഭവം പറയാമല്ലോ, നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്തൂടെ അല്ലാതെ കാടിന് നടുവിലൂടെ പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലങ്ങളും കാടിന് നടുവിലൊക്കെയാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പോയ വഴി ഞങ്ങളൊരു സ്ഥലം കണ്ടു കേട്ടോ. സത്യം പറയാം, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? നമ്മളെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടം. എന്താണ് വെള്ളിടി? ആ സംഭവം എനിക്കും വെട്ടി. ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കിവിടെ നിർത്താം, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലം ഏതാണെന്ന് അറിയാവുന്നവരൊക്കെ ഒന്ന് പറ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ആശിപ്പിച്ച് വന്ന സ്ഥലമാണ് കേട്ടോ. കാര്യം ആളൊരിക്കൽ ഇവിടെ വന്നിരുന്നു ഒരു കസ്റ്റമറിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന സമയത്ത് കണ്ടപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. വെള്ളമെന്ന് പറഞ്ഞാൽ ഇത് തെളുമ്പെ വെള്ളം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് കൊണ്ടുവന്നതാണ് മക്കളെ. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല.
വെള്ളമില്ലെങ്കിലും വന്നതല്ലേ, എന്തായാലും പിന്നെ കുറച്ച് വീഡിയോസിന് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് രണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് എന്തായാലും ആ ആഗ്രഹങ്ങളങ്ങ് നടപ്പിലാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കാണാമെന്ന്. വെള്ളം നിറഞ്ഞു കിടന്ന പെരുന്തേനരുവിയാണ്. ഇപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോണം കേട്ടോ. വെള്ളം ഒന്നുമില്ല ഇപ്പോൾ. ചേച്ചിമാർ അലക്കുവാണ് കേട്ടോ. ഞാൻ ചേച്ചിമാരുടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. വെള്ളമെല്ലാം വറ്റി കിടക്കുകയാണ് കേട്ടോ. കുറേ ചേച്ചിമാരിൽ തുണിയൊക്കെ അലക്കി വിട്ടിട്ടുണ്ട്. ആളുകളൊക്കെ അതിലെ കൂടെ ഇറങ്ങി നടന്നു പോകുന്നത് കാണുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഇറങ്ങി നടന്നു പോകുന്നതൊക്കെ കണ്ടോ. പക്ഷെ വെള്ളമില്ല കേട്ടോ. നല്ല പൊക്കത്തിൽ വെള്ളം ഒഴിക്കൊണ്ടിരിക്കുന്ന അരുവിയാണ്. അങ്ങനെ വന്നതാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല ഗായ്സ്. ഇവിടെ അങ്ങ് ഒന്നുമില്ല കേട്ടോ. വെള്ളമെല്ലാം വറ്റി ഉണങ്ങ് വരട്ടെ. അതിനു വേണ്ടി ചൂടുണ്ട് കേട്ടോ. ഭയങ്കര ചൂട് കാലാവസ്ഥയാണ്. അതാണ് ഒന്നുമില്ലാത്തത്. അങ്ങനെ വെള്ളമില്ലാത്ത അരുവിയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. പക്ഷേ നമ്മളീ പോകുന്ന വഴിയുണ്ടല്ലോ, സത്യം പറയല്ലോ, ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റൂ. വേറെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വഴിയിൽ കിടക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് നല്ലൊരു കാടായിരുന്നു കേട്ടോ. അപ്പുറവും ഇപ്പുറവും എല്ലാം നല്ല നല്ല കാടായിരുന്നു കേട്ടോ. ഇതിനകത്ത് വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല. ഒരു ആന പോയിട്ട്, ഒരു പൂച്ചയെ പോയിട്ട്, ഒരു എലിയെ പോലും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇനി കാണുന്ന പ്രതീക്ഷയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഒരു പാമ്പെങ്കിലും കാണാതിരിക്കത്തില്ല. പക്ഷേ എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇതൊന്നും കണ്ട് ഞങ്ങളെ പേടിപ്പിക്കാനായിട്ട് വന്നില്ല. അതൊരു ഭാഗ്യമാണെന്ന് കരുതാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴേ എൻ്റെ പിള്ളേർ വണ്ടിയിലെന്ന് പറയുന്നുണ്ട് കേട്ടോ, അവർക്ക് ഇന്ന് മന്തി കിട്ടിയേ പറ്റൂ, മന്തി കിട്ടിയേ പറ്റും. എനിക്ക് ഈ മന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏഴലത്തൂടെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ നമുക്ക് മന്തിയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് വീട്ടിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇനി വേറെ എവിടെ പോകാനാ, നേരെ വീട്ടിൽ പോവാം. ഇത്രയും സമയം എടുത്തില്ലേ. നിങ്ങൾ വിചാരിക്കും പോയിട്ട് ഈ 8 മിനിറ്റ് കൊണ്ട് എങ്ങനെ പോയിട്ട് വന്നാൽ, ഒട്ടുമല്ല കേട്ടോ. രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ എല്ലാ വീഡിയോ ഒന്നും നമുക്ക് ഇതിനകത്ത് പെടുത്താൻ പറ്റിയില്ല. കാരണം ചില സമയങ്ങളിൽ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോകാറുണ്ട് ഗൈസ്. ചില വീഡിയോസൊക്കെ അങ്ങനെ ഇതിനകത്ത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ കാട്ടിനകത്തോടുള്ള യാത്രയുണ്ടല്ലോ, അതുപോലൊരു മനോഹരമായ യാത്ര വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഏത് ഹൈവേ കൂടെ പോയാലും ഈ കാട്ടിലൂടെ പോകുന്ന യാത്രയുടെ സുഖം ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാട്ടിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരോ കാട്ടിലൂടെയുള്ള യാത്രകൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കേണ്ടതാണ് ഗായ്സ്. ഞാനിവിടെ അടിപൊളി ഒരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് നോക്കിക്കേ ഗായ്സ്, എന്ത് രസമാണല്ലേ. ഇങ്ങനെ ഒഴുകി 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 ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രസം. ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഗായ്സ്, എങ്ങനെയുണ്ട് ഗായ്സ്? അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പമ്പയാറിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. നല്ല രസമുണ്ട്. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ്. അടിപൊളി വ്യൂ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ സുഖിച്ച് കഴിഞ്ഞാൽ മാത്രം മതിയോ? വിശപ്പിന് ഒരു പരിധിയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹോട്ടലിൽ കയറി. അപ്പോൾ മന്തി വേണ്ടവരെ നമ്മൾ വേറൊരു ഹോട്ടലിലൊക്കെ ഇട്ടാക്കിയിട്ട് ഞാനും എൻ്റെ ചേട്ടനും കൂടി ഒരു സാധാരണ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ദാണ്ട സദ്യ കഴിക്കണം. സദ്യ എന്ന് പറയുന്നത് സാധാ സദ്യ ഒന്നുമില്ല കേട്ടോ. നല്ല കറിയും ചോറും ഒക്കെ ആയിരുന്നു. പരിപ്പും പപ്പടവും സാമ്പാറും പായസവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പായസമൊന്നും ഞാൻ കഴിച്ചില്ല, കാരണം പായസത്തിന് ഭയങ്കര മധുരമായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാ ചോറും നല്ല വിശാലമായിട്ട് കഴിച്ചു കേട്ടോ. മന്തി കഴിച്ച് വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്ക് നല്ലതല്ലേ കുറച്ച് ചോറും കറിയൊക്കെ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നത്തെ യാത്ര അങ്ങനെ ഇവിടെ അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ യാത്രാവിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എൻ്റെ ചാനലെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.